ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, അഗ്നിപഥ പദ്ധതിയെക്കുറിച്ച് ഇപ്പോഴും ഒട്ടേറെ സംശയങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ അല്ലേ? അന്ന് നമ്മൾ കേട്ട ആശങ്കകളും ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പുതിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ? നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. 2022 അഗ്നിപഥ പദ്ധതി വന്നപ്പോൾ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഉയർന്നത് ഓർമ്മയില്ലേ? 4 കൊല്ലത്തെ സേവനം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാരുടെ ഭാവി എന്താകും? അവർക്ക് ജോലിയില്ലാതെയാകുമോ? ഇതൊരു താൽക്കാലിക തട്ടിക്കൂട്ട് പരിപാടിയാണോ? ഇങ്ങനെ 100 കണക്കിന് സംശയങ്ങളാണ് അന്ന് തെരുവിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടത്. പക്ഷേ പദ്ധതി തുടങ്ങി കുറച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങൾ എടുത്ത നിർണായകമായ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കഥയാകെ മാറിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഒരു വമ്പൻ തീരുമാനം ഈ പദ്ധതിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. BSF, CRPF, CISF, ITBP തുടങ്ങിയ കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ കോൺസ്റ്റബിൾ നിയമനങ്ങളിൽ 50% തസ്തികകളും ഇനി അഗ്നിവീറുകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെടുകയാണ്. ഇത്രയും പോരാഞ്ഞ് നാവികസേനയും വ്യോമസേനയും തങ്ങളുടെ സാങ്കേതിക വിഭാഗത്തിലെ അഗ്നിവീറുകളുടെ റിട്ടൻഷൻ നിരക്ക് 25% ആയിരുന്നത് 50% ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ തന്ത്രം എന്താണ്? 4 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു അഗ്നിവീറിൻ്റെ ഭാവി ശരിക്കും സുരക്ഷിതമാണോ? തെറ്റിദ്ധാരണകൾക്ക് പിന്നിലെ സത്യം എന്താണ്? വരും വർഷങ്ങളിൽ നമ്മുടെ ഭാരത സൈന്യത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുമല്ലോ അല്ലേ? നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ ആഴത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ത്യൻ സൈന്യം എന്തുകൊണ്ട് ഇത്തരം വലിയൊരു മാറ്റത്തിന് തയ്യാറായി എന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ ഏതൊരു മികച്ച സൈന്യവും 2 പ്രധാന കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നാമതായിട്ട് സേനയുടെ ശരാശരി പ്രായം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സേനയെ ഒരു യങ് ആൻഡ് എജൈൽ ഫോഴ്സായിട്ട് നിലനിർത്തുക. ലോകത്തിലെ മറ്റു വൻശക്തികളുടെ സൈന്യവുമായിട്ട് നമ്മൾ ഒത്തു നോക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിലെ ശരാശരി പ്രായം 32 വയസ്സായിരുന്നു. അഗ്നിപഥ പദ്ധതിയിലൂടെ ഇത് 26 വയസ്സായി കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. രണ്ടാമതായിട്ട് സാങ്കേതിക വിദ്യയിലും ആധുനിക ആയുധങ്ങളിലും കൂടുതൽ നിക്ഷേപം നടത്തുക. പണ്ടൊക്കെ സൈനിക ബജറ്റിൻ്റെ സിംഹഭാഗവും ശമ്പളത്തിലും പെൻഷനുമാണ് പോയിരുന്നത്. ഈ പെൻഷൻ ബാധ്യത കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം ഉപയോഗിച്ച് അത്യാധുനിക ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവ വാങ്ങാനായിട്ട് സാധിക്കും. 2022 പദ്ധതി വന്നപ്പോൾ ചില തെറ്റായ പ്രചാരണങ്ങൾ കാരണം യുവാക്കളുടെ ഇടയിൽ പേടിയുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. 4 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ റോഡിലാകുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക. പക്ഷേ അന്ന് സർക്കാരും ഡിഫൻസ് വിദഗ്ധരും പറഞ്ഞത് ഒന്നേ ഉള്ളൂ: ഇതൊരു തുടക്കം മാത്രമാണ്. പദ്ധതി മുന്നോട്ട് പോകുന്തോറും കരിയർ ഓപ്ഷനുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വ്യക്തമായിട്ട് വരും. ഇന്ന് ആ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ആ വലിയ വാർത്തയിലേക്ക് വരാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച കാര്യമാണ് CAPF റിക്രൂട്ട്മെൻറ്റിൽ അഗ്നിവീറുകൾക്ക് 50% സംവരണം നൽകും. ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം 10% സംവരണം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതാണിപ്പോൾ 50% ഉയർത്തിയത്. അതായത് ഒരു വർഷം CRPF, BSF, CISF, ITBP, SSB എന്നിവയിലായിട്ട് 10,000 കോൺസ്റ്റബിൾ ഒഴിവുകൾ വന്നാൽ അതിൽ 5,000 എണ്ണവും നേരിട്ട് അഗ്നിവീറുകൾക്കായിട്ട് മാറ്റിവെക്കും. അതിനേക്കാളും വലിയ കാര്യം എന്താണെന്നോ? ഈ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. അഗ്നിവീറുകൾക്ക് വേറെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. കഠിനമായ ലിഖിത പരീക്ഷകളുടെ ഭാരവും ഒഴിവാക്കപ്പെടും. കാരണം ലളിതമാണ്. ഇവർ ഇതിനകം തന്നെ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയുടെ കഠിനമായ ട്രെയിനിങ് പൂർത്തിയാക്കിയവരാണ്. പുതിയ ഒരാളെ എടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി 1-2 വർഷം ട്രെയിനിങ് നൽകുന്നതിന് പകരം പൂർണ്ണമായി പരിശീലനം സിദ്ധിച്ച അച്ചടക്കമുള്ള ഒരു ചെറുപ്പക്കാരനെ നേരിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് സേനകൾക്ക് സാധിക്കുന്നു. ഇത് സർക്കാരിന് വലിയ ലാഭവും സേനയ്ക്ക് മികച്ച കരുത്തുമാണ് നൽകുന്നത്. തുടക്കത്തിൽ 4 വർഷത്തെ സേവനത്തിന് ശേഷം 25% പേരെ മാത്രമേ സൈന്യത്തിൽ സ്ഥിരപ്പെടുത്തൂ എന്നായിരുന്നു നിയമം. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം വളരെ രസകരമാണ്. ഇന്ത്യൻ നാവികസേനയിലെ ടെക്നിക്കൽ കേഡറുകൾ എൻജിൻ, റഡാർ, സോണാർ, അത്യാധുനിക ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവർക്ക് നൽകുന്ന 2-3 വർഷത്തെ സാങ്കേതിക പരിശീലനം ഒരു ഡിപ്ലോമ എഞ്ചിനീയറിംഗിന് തുല്യമാണ്. ഇത്രയും ഉയർന്ന ട്രെയിനിങ് കൊടുത്ത ശേഷം 25% പേരെ മാത്രം നിലനിർത്തുന്നത് പ്രായോഗികമല്ല എന്ന് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഇത്തരം ടെക്നിക്കൽ മേഖലകളിൽ റിട്ടൻഷൻ നിരക്ക് 50% വരെയെങ്കിലും ഉയർത്തണമെന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. സർക്കാരും ഇതിന് അനുകൂലമാണ്. അതായത് മിടുക്കരായ അഗ്നിവീറുകൾക്ക് സൈന്യത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതകൾ ഇനി വർദ്ധിക്കും. നമുക്കിതിൻ്റെ തന്ത്രപരമായ വശം കൂടിയൊന്ന് നോക്കാം. ഇനിയുള്ള കാലത്ത് യുദ്ധങ്ങൾ വെറും ആളുകളുടെ എണ്ണം കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ലല്ലോ. ഡ്രോണുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, കൃത്യതയുള്ള മിസൈലുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ടെക് ഡ്രിവൺ യുദ്ധങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ആർമി തങ്ങളുടെ മാൻ പവർ ബജറ്റ് കുറച്ച് സാങ്കേതികവിദ്യയിലേക്ക് കൂടുതൽ തുക തിരിച്ചുവിടുന്നു. അതേസമയം രാജ്യത്തിനകത്തെ സുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണം ഉറപ്പാക്കാനും ആളുകൾ വേണം താനും. ഇവിടെയാണ് മാൻ പവർ ബാലൻസ് വരുന്നത്. സായുധ സേനകൾ അഥവാ ആർമി, നേവി, എയർഫോഴ്സ് കൂടുതൽ സാങ്കേതികവിദ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേന്ദ്ര സായുധ പോലീസ് സേനകൾ അംഗബലം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ 10 ലക്ഷത്തോളമുള്ള CAPF അംഗബലം ഭാവിയിൽ 12 മുതൽ 13 ലക്ഷം വരെ ഉയരും. സൈന്യത്തിൽ നിന്ന് മികച്ച രീതിയിൽ ട്രെയിനിങ് നേടി ഇറങ്ങുന്ന അഗ്നിവീറുകൾ നേരിട്ട് CAPFലേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ വ്യവസ്ഥിതിക്ക് അത് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. നമുക്കിനി വളരെ സിമ്പിളായിട്ടൊന്ന് കണക്ക് കൂട്ടാം. 4 വർഷത്തെ സേവനത്തിന് ശേഷം ഒരു അഗ്നിവീറിന് മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമതായിട്ട് സൈന്യത്തിലെ സ്ഥിര നിയമനം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 25% മുതൽ 50% വരെ ഉള്ളവർക്ക് സൈന്യത്തിൽ തന്നെ തുടരാം. രണ്ടാമതായിട്ട് CAPFലെ 50% സംവരണം. BSF, CRPF, CISF, ITBP തുടങ്ങിയ സേനകളിൽ 50% തസ്തികകൾ ഇവർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഫിസിക്കൽ ടെസ്റ്റ് പോലും ഇല്ലാതെ നേരിട്ട് കയറാം. മൂന്നാമതായിട്ട് സംസ്ഥാന പോലീസ് സേനകൾ. ഹരിയാന, UP, MP തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ തങ്ങളുടെ പോലീസ് റിക്രൂട്ട്മെൻറ്റിൽ 10% മുതൽ 20% വരെ സംവരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് മേഖലയും HAL, BEL, മസാഗോൺ ഡോക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഇതുകൂടാതെ ടാറ്റ, മഹീന്ദ്ര, റിലയൻസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളും സെക്യൂരിറ്റി, ലോജിസ്റ്റിക്സ്, ഡ്രോൺ ഓപ്പറേഷൻസ് എന്നീ മേഖലകളിൽ ഉയർന്ന ശമ്പളത്തിൽ ഇവർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. അഞ്ചാമതായിട്ട് സേവാനിധി പാക്കേജ്. 4 വർഷം ഇവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം ലഭിക്കും. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ഏകദേശം 11.71 ലക്ഷം രൂപയോളം ടാക്സ് ഫ്രീ ആയിട്ട് സാമ്പത്തിക സഹായം ലഭിക്കും. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനോ ഉപരിപഠനത്തിനോ ഇത് ഉപയോഗിക്കാം. ആറാമതായിട്ട് ബിരുദവും ഉപരിപഠനവും. ഇഗ്നോ വഴി ഇവർക്കായിട്ട് പ്രത്യേക ബാച്ചിലർ ഡിഗ്രി കോഴ്സുകൾ തന്നെയുണ്ട്. സർവീസിൽ ഇരിക്കെ തന്നെ ഡിഗ്രിയും നേടാം. സുഹൃത്തുക്കളെ, ഏത് പുതിയ വലിയ പോളിസി വരുമ്പോഴും തുടക്കത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സമയം മുന്നോട്ട് പോകുന്തോറും ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തവും മികച്ചതുമായിട്ട് മാറും. 2022 കേട്ട അഗ്നിവീറുകൾ തൊഴിലില്ലാത്തവരാകുമെന്ന ഭയങ്ങൾക്കൊക്കെ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധത്തെ ആധുനികമാക്കുന്നതോടൊപ്പം നമ്മളുടെ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. വീണ്ടും ഒരു മികച്ച വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.